യുവാൽ നോവ ഹരാരി. സാപ്പിയൻസ്, മനുഷ്യരാശിയെക്കുറിച്ചൊരു ലഘുചരിത്രം. ആരുടെയും സ്വത്തല്ലാത്ത ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത് ഒരു കാലത്ത് കുറ്റമായിരുന്നില്ല. തിരക്കുള്ള തെരുവീഥിയിൽ വീണുകിട്ടിരുന്ന നാണയം സ്വന്തമാക്കുന്നതിന് സമാനമായിട്ടാണ് അത് ഗണിക്കപ്പെട്ടത്. ഭർത്താവ് ഭാര്യയെ അവളുടെ അനുവാദം കൂടാതെ ബലപ്രയോഗത്തിലൂടെ പ്രാപിച്ചാൽ അതും കുറ്റമായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഭർത്താവ് തൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്തു എന്നത് ഒരാൾ സ്വന്തം പണസഞ്ചി മോഷ്ടിച്ചു എന്ന് പറയും പോലെ യുക്തിരഹിതമായി കാണപ്പെട്ടു. ഈ ചിന്താഗതി പുരാതന മധ്യ പൗരസ്ത്യ ലോകത്ത് മാത്രമായിരുന്നില്ല. 2006 പോലും ലോകത്തിൽ 54 രാജ്യങ്ങളിൽ ഭർത്താവ് ഭാര്യയെ ബലാത്സംഗം ചെയ്തു എന്ന കേസ് നിലനിൽക്കുമായിരുന്നില്ല. ജർമ്മനിയിൽ പോലും 1997 ഇതിനായി നിയമം പരിഷ്കരിക്കപ്പെട്ടത്. പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ വേർതിരിക്കുന്നത് ഇന്ത്യയിലെ ജാതി സമ്പ്രദായം പോലെയോ അമേരിക്കയിലെ വംശീയത പോലെ ഉള്ള ഒന്നാണോ, അതോ ജീവശാസ്ത്രപരമായ അടിസ്ഥാനമുള്ള ഒരു വിഭജനമാണോ? അത് സ്വാഭാവികവും ജീവശാസ്ത്രപരവുമെങ്കിൽ കാലങ്ങളായി പുരുഷന് ലഭിക്കുന്ന മുൻഗണനയ്ക്ക് ശാസ്ത്രീയമായ വിശദീകരണമുണ്ടോ? സാംസ്കാരികവും നൈയാമികവും രാഷ്ട്രീയപരവുമായി സ്ത്രീ പുരുഷന്മാർക്കിടയിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ജീവശാസ്ത്രപരമായ അസമത്വങ്ങളുടെ പ്രതിഫലനമാണോ? പുരുഷന് ഗർഭപാത്രമില്ലാത്തതിനാൽ ഗർഭധാരണവും പ്രസവവും എന്നും സ്ത്രീയുടെ കടമയായിരുന്നു. എങ്കിലും ഈ സാർവലൗകിക യാഥാർത്ഥ്യത്തിന് മേൽ ജീവശാസ്ത്രവുമായി ബന്ധമില്ലാത്ത